പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു വെറൈറ്റിയായി കഴിച്ചു നോക്കിയാലോ? കുറച്ച് പ്രോട്ടീനും ഫൈബറും ഒക്കെ ചേർത്ത് ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഷെയർ ചെയ്യുന്നത്. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ പ്രയോജനപ്പെടുന്ന ബ്രേക്ക്ഫാസ്റ്റ്. ഉണ്ടാക്കാൻ എളുപ്പവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. ഉണ്ടാക്കാൻ എളുപ്പമെന്ന് പറഞ്ഞാൽ ഒത്തിരി നേരം മെനക്കെടാതെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഹെൽത്തി ഫുഡ് എന്ന് പേര് കേട്ടിട്ടുള്ള ഗ്രീൻ പീസ് കൊണ്ടാകുമ്പോൾ രുചിയിലും മുൻപന്തിയിലാണ്. പുട്ടിന് കോമ്പിനേഷനായി പലരും ഗ്രീൻ പീസ് കറി കഴിച്ചിട്ടുണ്ടാകും. എന്നാൽ ഗ്രീൻ പീസ് കൊണ്ടൊരു പുട്ടുണ്ടാക്കിയാലോ? അതും ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ, അധികം ഇളക്കാതെയും കുഴയ്ക്കാതെയും പെട്ടെന്ന് രുചിയോടെ പുതുമയുള്ള ഈ പലഹാരം ഉണ്ടാക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും ആദ്യം വേണ്ടത് 1 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. ഡയറക്റ്റായി ഫ്രീസറിൽ നിന്നും എടുത്ത് ഉപയോഗിക്കാം. കലോറിയും ഗ്ലൈസമിക് ഇൻഡെക്സും ഒക്കെ ഗ്രീൻ പീസിൽ കുറവായതിനാൽ ഡയബറ്റിക്സ് ഉള്ളവർക്കും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു സൂപ്പർ ഫുഡാണ്. ഗ്രീൻ പീസ് എന്ന് പറഞ്ഞാൽ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ, ഫൈബർ ആൻഡ് ഡിഫറെൻറ്റ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ട് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് ഇടുക. കൂടെ തന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പുട്ടുപൊടി ഇടുക. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, ഗ്രൈൻഡ് ചെയ്യുക. ഈ അളവിലെടുക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ പുട്ടുപൊടി കട്ട കെട്ടാതെ നനഞ്ഞു കിട്ടും. ഈ പൊടിയിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർക്കുക. ഈ അളവിലെടുത്താൽ 5 ചിരട്ടപ്പുട്ടിൻ്റെ ഷേപ്പിലുള്ള പുട്ട് കിട്ടും. കട്ടകളില്ലാതെ പൊടിയെല്ലാം നനച്ചെടുക്കുക. ചെറിയ കട്ടകളുണ്ടെങ്കിൽ കൈകൊണ്ട് അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടൊക്കെ പൊടിച്ചിടുക. എന്നിട്ടിത് ഇനി പുട്ട് ഉണ്ടാക്കുന്ന പാത്രത്തിൽ തേങ്ങ ഇട്ട് അതിന് മുകളിലായിട്ട് ഗ്രീൻ പീസ് മിക്സ് ഇടുക. ഒത്തിരി കുത്തി നിറയ്ക്കരുത്. എന്നിട്ടിത് 10 മിനിറ്റ് ആവിയിൽ പുഴുങ്ങിയെടുക്കുക. നല്ല സോഫ്റ്റ് ആയതും രുചികരവും ആരോഗ്യഗുണമുള്ള ഗ്രീൻ പീസ് പുട്ട് തയ്യാറായി കഴിഞ്ഞു. കൂടുതൽ ഹെൽത്തി ആക്കാനായിട്ട് കുറച്ച് ക്യാരറ്റ് കൂടി ഗ്രേറ്റ് ചെയ്ത് പുട്ട് പുഴുങ്ങിയെടുക്കാം. പച്ചക്കറികൾ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് പഴം കൂട്ടിയോ കറികൾ കൂട്ടിയോ അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ലതാണ്. അരിയുടെ അളവ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.